ഹലോ, ഇന്ന് നമ്മളെ കിളിമീൻ കിട്ടി, അതൊരു പീര വെക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. മീൻ പീരയ്ക്ക് ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്ന് ചതച്ച്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ്, കൊച്ചുള്ളി ചതച്ച്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, പുളിയെ എല്ലാം കൂടി ഇട്ട് നമ്മൾ പുരട്ടി നല്ല വൃത്തിക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം ആവശ്യത്തിന് കിളിമീനായതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളേ. പിന്നെ ഞാനാണെങ്കിൽ മീനിൻ്റെ തല നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2-3 തല. എനിക്ക് കിളിമീൻ്റെ അയിലയുടെയൊക്കെ തല എല്ലാവരും കൂട്ടത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തലയ്ക്കകത്ത പൂ എടുത്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ പൂ കഴുകി നല്ല വൃത്തിക്ക് കഴുകി അതങ്ങനെ ഇടുന്നത്. അപ്പം ഞാൻ മീൻ പീര വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർക്കും, ഇപ്പോൾ ഭയങ്കര മഴയല്ലേ. പണ്ടാണെങ്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് കറി വെക്കുന്ന, സത്യം പറഞ്ഞാൽ ചോറ് മീൻകറി ഇങ്ങനെയുള്ള ഒരിതായിരുന്നു ഞങ്ങളുടെ റൊട്ടി. അല്ലാതെ പച്ചക്കറി അങ്ങനൊന്നും അധികം ഉപയോഗിക്കത്തില്ല. മീൻ എത്ര കടൽ കരിഞ്ഞെന്ന് പറഞ്ഞാലും അച്ഛൻ മീൻ കൊണ്ടുവരും എവിടുന്നെങ്കിലും. അപ്പം അതല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയുമോ, ഉണക്കമീൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കൂടുതലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വറക്കാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ തല, അയലയുടെയും മത്തിയുടെയും ഒക്കെ തല കണ്ടിച്ച് ഈ പാള ഇങ്ങനെ കോട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരേ നാട്ടിൽ ഒരേ ഇതാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇട്ട് പുകയത്ത് ഇങ്ങനെ കെട്ടി തൂക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് പാള പോലും അറിയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പം മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ആ പാളയ്ക്കകത്തുനിന്ന് മീൻ തല എടുത്ത് കഴുകി വറുത്ത് ഒന്നിയിൽ ചമ്മന്തി പിടിക്കും, അല്ലെങ്കിൽ അതങ്ങനെ ചോറൊക്കെ കഴിക്കും. തീരെ ഇല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു കറി, മുരിങ്ങയിലക്കറിയോ അങ്ങനെ കാണാൻ എന്തെങ്കിലും കാണും. അപ്പോൾ പച്ചക്കറി കൂടുതലും ഞങ്ങൾ ഓണം ഉത്സവത്തിനൊക്കെ മേടിക്കത്തുള്ളായിരുന്നു. മീൻ അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. മീനില്ലാതെ ഒരു പരിപാടിയില്ല. അപ്പം നമ്മുടെ വർത്തമാനവും കഴിഞ്ഞു, മീൻ പീര റെഡി ആയിട്ടുണ്ട്.